തൃശ്ശൂർ പൂരം കലക്കിയത് ആര്? ഏതായാലും പൂരം കലക്കിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താനായിട്ട് ADGP അജിത് കുമാറിനെ ചുമതലപ്പെടുത്തി. അത് ഒരാഴ്ചക്കുള്ളിൽ അന്വേഷിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ്. ഏകദേശം 5.5 മാസം അദ്ദേഹം അന്വേഷണം നടത്തിയില്ല. ഗവൺമെന്റ് ഭാഗത്തു നിന്ന് സമ്മർദ്ദം കൂടിയപ്പം ഒരു റിപ്പോർട്ട് 5.5 മാസത്തിന് ശേഷം ഗവൺമെന്റ് കൊടുത്തു. ആ റിപ്പോർട്ടിനകത്ത് പൂരം കലക്കിയത് ആര്, എന്തിന് കലക്കി, എന്തുദ്ദേശത്തിന് കലക്കി, ആർക്കാണ് ഇതിന്റെ നേട്ടം എന്നുള്ള കാര്യത്തിൽ ആ റിപ്പോർട്ടിൽ ഒന്നും പറയുന്നില്ല. ആ റിപ്പോർട്ട് 5.5 മാസം കഴിഞ്ഞ് മുഖ്യമന്ത്രിയിലെത്തിയപ്പം അതിനകത്ത് ചില കാര്യങ്ങൾ ADGP ഉന്നയിച്ചിട്ടുണ്ട്. പൂരം കലക്കി അല്ലെങ്കിൽ കലങ്ങി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന്. മറ്റൊരു കാര്യം, അവിടെ ആംബുലൻസ് വാഹനത്തിൽ സുരേഷ് ഗോപി അവിടെ വന്നിരിക്കുന്നു. രാത്രി 12:30-ക്ക് ശേഷം അവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായി. അവിടെ പോലീസ് ചില ബാരിക്കേഡുകളൊക്കെ നിരത്തിയത് ആ സമയത്ത് പൂരത്തിൻ്റെ സമയങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. DIG ആ കാര്യത്തിൽ ഒത്തീർപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ആ ശ്രമം വിഫലമായി. തിരുവമ്പാടിക്കാര് രാത്രിയിൽ ഏകപക്ഷീയമായി പൂരം പിൻവലിച്ചു എന്ന് പറഞ്ഞു. പൂരം നടന്നില്ല. ഇതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി ADGPയോട് ചോദിച്ചത്. അതിനകത്ത് വ്യക്തമായ ഒരു റിപ്പോർട്ട് അതിനകത്ത് കാണുന്നില്ല. അതിനെ സംബന്ധിച്ച് അഭിപ്രായത്തിനായിട്ട് ഹോം സെക്രട്ടറിക്ക് ഗവൺമെന്റ് ഈ റിപ്പോർട്ട് കൊടുത്തു. വീണ്ടും അത് ADGPയുടെ റിപ്പോർട്ട് പഠിച്ചിട്ട് അതിനെപ്പറ്റി ഹോം സെക്രട്ടറിയുടെ അഭിപ്രായം എന്തെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ നേതാക്കന്മാരുടെ അവരുടെ യോഗത്തിൽ CPI അതിശക്തമായി ഇതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം നടത്തണം. അത് ഇതുപോലെ കാര്യമാത്ര പ്രസക്തമായ ഒരു അന്വേഷണത്തിലേക്ക് വന്നില്ല. ഇതൊരു വേഗായ റിപ്പോർട്ടാണ്. ADGP അവിടെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇടപെട്ടില്ല? അത് മനഃപൂർവ്വമായി അദ്ദേഹം മാറി നിന്ന് എന്ത്? ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം ഉണ്ടായത്? പൂരം കലങ്ങി എന്നുള്ള കാര്യത്തിൽ ആ റിപ്പോർട്ടിൽ സംശയമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പാർട്ട്നേഴ്സ് എല്ലാവരും ചേർന്ന് ഇതിനെ സംബന്ധിക്കുന്ന ഒരു പുനരന്വേഷണം ആവശ്യമാണ്. ഏതായാലും ഇതേപ്പറ്റി ഒരു റിപ്പോർട്ട് ഇനി നൽകാനായിട്ട് DGPയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. DGP തീർച്ചയായിട്ടും ഒരു FIR രജിസ്റ്റർ ചെയ്ത് ഇതേപ്പറ്റി ഒരു പോലീസ് അന്വേഷണം നടത്തിയെങ്കിലേ യഥാർത്ഥ വസ്തുത കണ്ടെത്താൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ADGPയെ മാറ്റി നിർത്തേണ്ടി വരും. ഏതായാലും DGPയുടെ റിപ്പോർട്ട് ഇതിനെ സംബന്ധിച്ചോ ആഭ്യന്തര സെക്രട്ടറിയുടെ റിമാർക്സോടുകൂടി മുഖ്യമന്ത്രി എത്തിക്കഴിയുമ്പം ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തേ പറ്റുള്ളൂ. അതൊരു പുനരന്വേഷണം ആയിരിക്കും. അതൊരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ എന്ന് തന്നെയാണ് DGPയുടെ അഭിപ്രായം. 120B ഇതിനകത്ത് ഗൂഢാലോചനയുണ്ടോ? ആ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട ഒരു അന്വേഷണം 5.5 മാസം നീട്ടിവെച്ചതിന് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ADGPയെ വളരെ സീരിയസ് ആയ ആരോപണം തന്നെയാണ്. അദ്ദേഹം ഈ കേസ് അന്വേഷിച്ചിട്ട് ഇതിനെപ്പറ്റി ഉള്ള റിപ്പോർട്ടിൽ വ്യക്തതയില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇതിനകത്ത് ഈ പൂരം കലങ്ങട്ടെ എന്നുള്ള അർത്ഥത്തിലാണോ ഗസ്റ്റ് ഹൗസിൽ ഇത് ഇടപെടാതെ മാറി നിന്നത്? അതിന് ജൂനിയറായ ഒരു DIG ഇതിനകത്ത് ഇടപെടിക്കാൻ അവസരം DIGക്ക് മേൽ ഏൽപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് വ്യക്തത ഇല്ല. ഒരു കാര്യത്തിനും തീരുമാനം എടുക്കാൻ പറ്റാതെ വന്നു. ആ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് അതിനകത്ത് ഉത്തരവാദിത്വം അവിടുത്തെ കമ്മീഷണർ തലയിലോട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. എന്തായാലും സീനിയറായ 2 ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ട് നേരിട്ട് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിനും പൂരം
എല്ലാ വർഷത്തെ പോലെ നടത്തുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ കഴിയാതെ വന്നത് അവരുടെ ഭാഗത്തുള്ള തീർച്ചയായിട്ടും ഒരു ഫെയിലിയറാണ്. ഏതായാലും ഇതിനെ സംബന്ധിച്ച് ഒരു എഫ്ഐആർ എടുത്ത് അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ വസ്തുതകൾ കണ്ടെത്താൻ കഴിയുള്ളൂ. അത് ടൈം ലിമിറ്റ് വെച്ച് എപ്പോഴാണ് അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കുന്നത് പറയാനൊക്കില്ല. ഏതായാലും വസ്തുത ഒന്ന്, എല്ലാ പാർട്ടികളും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസം ഉള്ള എല്ലാവരും, അതുപോലെ ആ പൂരത്തിൻ്റെ ആ ഓരോ തിരുവമ്പാടിയും അതുപോലെ ഓരോ കമ്മിറ്റിക്കാരും അതിൻ്റെ 3 അമ്പലങ്ങളിലെ പ്രതിനിധികളും ഒരുപോലെ പറയുന്നു, ഇത് പൂരം കലങ്ങി, പൂരം നടന്നില്ല, അവസാനം വെടിക്കെട്ടില്ല ചെന്ന് അവസാനിച്ചു. അതിനകത്ത് തിരുവമ്പാടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേവസ്വത്തിനെ പരസ്പരം കുറ്റം ചാർത്തുന്നതൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ADGPയുടെ ആ റിപ്പോർട്ടിനകത്താണ് തിരുവമ്പാടി ദേവസ്വം ബോർഡിന് ഇതിനകത്ത് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ധ്വനി തന്നെയാണ് പറയുന്നത്. ഏതായാലും ഒരു അന്വേഷണം നടത്തി ഇതിലെ കൃത്യത എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുന്നത് വരെ ഏതായാലും ഈ പ്രശ്നം വിവാദമായിട്ട് കേരള രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും നിലനിൽക്കും. അതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് കണ്ടെത്താൻ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ വേണ്ടി വരും എന്നുള്ള ആണ് DGPയുടെ അഭിപ്രായം. DGPയുടെ റിപ്പോർട്ട് ആ രീതിയിൽ ഗവൺമെൻറ്റിലേക്ക് എത്തും എന്ന് ഞാൻ കരുതുന്നു.